നിങ്ങൾ മഹേഷിന്റെ പ്രതികരണ സിനിമയിലെ ഈ ഡയലോഗ് കേട്ടിട്ടില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. ഇതേപോലെ അവിടെയും ഇവിടെയും ഉറച്ചു നിൽക്കാത്തൊരു കോസ്റ്റ് ഉണ്ട്, അതാണ് വേരിയബിൾ കോസ്റ്റ്. പേര് പോലെ തന്നെ വേരിയബിൾ ആണ്. നമ്മളുടെ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കോസ്റ്റ് വേരിയബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റിന് ഒരു മാറ്റം വരില്ല, അത് സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഞാനൊരാൾ ഐസ്ക്രീം കഴിക്കാൻ പോയി, അപ്പോൾ എനിക്ക് ആ കോസ്റ്റ് $10 ആണെന്ന് വിചാരിക്കാം. 2 പേര് കഴിക്കാൻ പോയാലോ $20 ആവും, 3 പേര് കഴിക്കാൻ പോയാലോ $30 ആവും. ഇവിടെ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടുന്നുണ്ട്. പക്ഷേ ഒരാൾ പേ ചെയ്യേണ്ട എമൗണ്ട് $10 തന്നെയല്ലേ, അതായത് പെർ യൂണിറ്റ് കോസ്റ്റ് റിമെയിൻസ് ദ സെയിം. ഈ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് ഒരു കോസ്റ്റ് വേരിയബിൾ ആണോ അല്ലയോ നമ്മൾ തീരുമാനിക്കാം. ഇനി ബിസിനസിന്റെ കേസിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയലിന് $2 ആണ് കോസ്റ്റ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 2 യൂണിറ്റിന് എത്രയായിരിക്കും? $4 ആയിരിക്കും. 5 യൂണിറ്റ്സിന് എത്രയായിരിക്കും? $10 ആയിരിക്കും. പക്ഷേ ഒരു യൂണിറ്റ് നമ്മൾ കൊടുക്കേണ്ട പ്രൈസ് അവിടെ ചേഞ്ച് ആവുന്നുണ്ടോ? $2 തന്നെയല്ലേ. അതാണ് പറയുന്നത് പെർ യൂണിറ്റ് കോസ്റ്റ് റിമെയിൻസ് ദ സെയിം. ഇതുപോലെ CMA USA റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കണ്ടന്റ്സ് നമ്മളുടെ യൂട്യൂബ് ചാനലുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കും.